ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പുതിയ വ്യാപാര കരാറിലെത്തിയിരിക്കുന്നു. കരാർ സംബന്ധിച്ച് ആദ്യം പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആണ്. ട്രംപ് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് പ്രഖ്യാപനം ശരിവെച്ച് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നത്. ഇന്ത്യക്കുള്ള തീരുവ 18% അമേരിക്ക കുറച്ചതിനാലാണ് കരാർ സംബന്ധിച്ച പ്രഖ്യാപനം അമേരിക്ക ആദ്യം നടത്തിയത് എന്ന വിചിത്ര ന്യായമാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നിരത്തിയത്. പാർലമെന്റ് സമ്മേളിക്കുന്ന സമയമായിട്ടും പാർലമെന്റിൽ ഇത് സംബന്ധിച്ച് ഒന്നും വിശദീകരിക്കാൻ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. ട്രംപിന്റെ പ്രഖ്യാപനം ശരിയാണോ അല്ലയോ എന്ന് പോലും പാർലമെന്റിൽ വിശദീകരിക്കാതെ മൗനം പാലിക്കുകയായിരുന്നു. തന്ത്രപ്രധാനമായ ഒരു കരാർ, അതും രാജ്യത്തെ ജനങ്ങളുടെ നിത്യജീവിതത്തെ പല നിലയിൽ ബാധിക്കുന്ന ഒരു കരാർ. നിലവിൽ വന്ന വിവരം ഇന്ത്യയിലെ ജനങ്ങൾ അറിയുന്നത് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം വഴിയാണ്. പാർലമെന്റിൽ നിന്നും വിശദാംശങ്ങൾ മറച്ചുവെച്ചു. ഇത് സംബന്ധിച്ച് വിശദീകരിക്കാൻ വിളിച്ച കേന്ദ്രമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ മാധ്യമപ്രവർത്തകർക്ക് അവസരം ഉണ്ടായതുമില്ല. പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. ജനങ്ങളെ, പാർലമെന്റിനെ, മാധ്യമങ്ങളെ ഇരുട്ടിൽ നിർത്തി ഇത്തരം ഒരു കരാർ രൂപപ്പെടുത്തിയത് രാജ്യത്ത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരിക്കുന്നു. അമേരിക്കൻ ഭരണകൂടത്തിന്റെ വിധേയന്മാരായി ഇന്ത്യൻ ഭരണാധികാരികൾ മാറിത്തീർന്നിട്ട് കാലമേറെയായി. കരാർ സംബന്ധിച്ച് പുറത്തുവരുന്ന വാർത്തകൾ അങ്ങേയറ്റം ആശങ്കാജനകമാണ്. US ഉൽപ്പന്നങ്ങൾക്കുള്ള ഇന്ത്യൻ തീരുവ എടുത്തു കളഞ്ഞു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇത് മന്ത്രി പീയൂഷ് ഗോയൽ നിഷേധിച്ചിട്ടുമില്ല. ഇതനുസരിച്ചാണെങ്കിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് നിയന്ത്രണമില്ലാതെ ഒഴുകാൻ പോവുകയാണ്. ഈ കരാർ രാജ്യത്തിന്റെ കാർഷിക മേഖലയുടെ അടിത്തറ തകർക്കുമെന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു. വ്യാവസായിക മേഖലയിലും കരാർ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന ആശങ്ക വിദഗ്ധർ പങ്കുവച്ചു കഴിഞ്ഞു. ഇതിനു പുറമെയാണ് അമേരിക്കൻ ഭീഷണിക്ക് വഴങ്ങി റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എണ്ണ വേണ്ട എന്ന് വയ്ക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. അമേരിക്ക കൽപ്പിക്കുന്നതനുസരിച്ചാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നത്. ഇത് ഇന്ത്യയിൽ എണ്ണവില വർദ്ധിക്കുന്നതിന് കാരണമാകും. അമേരിക്കൻ ഭരണകൂടത്തിന്റെ തിട്ടൂരങ്ങൾക്ക് ഇന്ത്യ നിരുപാധികം വഴങ്ങുകയാണ്. പ്രതിഷേധത്തിന്റെ ഒരു നേർത്ത ശബ്ദം പോലും ഉയർത്താനാകാത്ത ഭരണാധികാരികൾ രാജ്യത്തിന് നാണക്കേടാണ്. ഈ കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടേ മതിയാകൂ. രാജ്യത്തെയും ജനങ്ങളെയും വിശ്വാസത്തിലെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം. രാജ്യ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായ കരാറിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരേണ്ടതുണ്ട്.